ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി പാർട്ടി വെയർ ഹെയർ ബാൻഡിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചിലവിൽ നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ഹെയർ ബാൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെയുള്ള 2 വയർ ഹെയർ ബാൻഡുകളാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒട്ടിക്കാനായിട്ട് B7000 ഗ്ലൂവും എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇതുപോലെയുള്ള സ്റ്റോൺ ചെയിനാണ്. നമ്മളിവിടെ ഗോൾഡൻ കളറിലുള്ള സ്റ്റോൺ ചെയിനാണ് ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യാനായി എടുത്തിട്ടുള്ളത്. ഈ മെറ്റീരിയലെല്ലാം ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. ഇതെല്ലാം ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കുറച്ച് വൈറ്റ് പേൾ ബീഡ്സ് കൂടെ എടുത്തിട്ടുണ്ട്. ഇത് 6 mm ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ ഒരു വയർ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ ഒരു സ്റ്റോൺ ചെയിൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ആദ്യം ഈ ഒരു വയർ ഹെയർ ബാൻഡിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സ്റ്റോൺ ചെയിൻ ഈ ഒരു രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒട്ടിക്കുമ്പോൾ ഇതുപോലെ ഒരു ഏകദേശം 1 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡിൽ ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒട്ടിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതെ നല്ല കറക്റ്റായിട്ട് തന്നെ ഒട്ടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും ഒട്ടിച്ച് കഴിഞ്ഞു. ബാക്കി വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. 2 സൈഡിലും നമ്മൾ ഏകദേശം 1 സെൻറ്റിമീറ്റർ നീളത്തിൽ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഒരു ഹെയർ ബാൻഡിൽ ഫുള്ളായിട്ട് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാനും പറ്റും. ഈ ഒരു രീതിയിൽ നമ്മൾ 2 വയർ ഹെയർ ബാൻഡിൽ ഇതുപോലെ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് 2 എണ്ണം ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഗിയർ വയറാണ്. നമ്മൾ ഹെയർ വെയിനും ടിയാരൊക്കെ ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഗിയർ വയറാണിത്. ഗോൾഡൻ കളറാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഏകദേശം 1 മീറ്റർ നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഹെയർ ബാൻഡിനെ ഇതുപോലെ ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മെറ്റൽ വയറിൽ ഇതുപോലെ വൈറ്റ് പേൾ ബീഡ്സ് കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു വൈറ്റ് പേൾ ബീഡിനെ നമ്മുടെ 2 ഹെയർ ബാൻഡിൻ്റെയും സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ വരുന്ന രീതിയിലൊന്ന് പിടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മെറ്റൽ വയറിൻ്റെ ഒരു വശത്ത് ഏകദേശം 3 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ ഇതുപോലെ വെക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കി വരുന്ന ഭാഗം ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ വൈറ്റ് പേൾ ബീഡിനെ ഒന്ന് കോർത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം 2 മെറ്റൽ ഹെയർ ബാൻഡിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമ്മൾ ആ മെറ്റൽ വയറിനെ ഇതുപോലെ ചുറ്റിയെടുക്കുന്നു. അതിനുശേഷം വീണ്ടും ബീഡ്സ് കോർക്കുന്നു. വീണ്ടും നമ്മൾ അതിനെ ഒരു പ്രാവശ്യം ചുറ്റിയെടുക്കുന്നു. എന്നിട്ട് വീണ്ടും ബീഡ്സ് കോർക്കുന്നു. ആ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് ഫുള്ളായിട്ട് ചുറ്റിയെടുക്കുകയാണ്. നമ്മുടെ ഓരോ ബീഡ്സും നമ്മുടെ 2 ഹെയർ ബാൻഡിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വരുന്ന രീതിയിലാണ് നമ്മളിതിനെ കോർത്തെടുക്കാൻ പോകുന്നത്. നമ്മൾ മെറ്റൽ വയർ വെച്ചിട്ട് ചുറ്റി കൊടുക്കുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഹെയർ ബാൻഡ് നല്ല ഭംഗിയിൽ തന്നെ കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഏകദേശം ഫുള്ളായിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹെയർ ബാൻഡ് ഫുള്ളായിട്ടും ഈ വൈറ്റ് ബീഡ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനത്തെ ബീഡും ഇതുപോലെ നമ്മൾ ഹെയർ ബാൻഡിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ നമ്മുടെ 2 ഹെയർ ബാൻഡിലുമായിട്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹെയർ ബാൻഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 2 എൻഡ് ഭാഗം ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫെൽറ്റ് ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പകരം നമുക്ക് എൻ്റെ ടേപ്പ് ഉപയോഗിക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ എൻ്റെ ടേപ്പ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഫെൽറ്റ് ഷീറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതിന് പകരം നമ്മുടെ എൻഡ് ബീഡും വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഫെൽറ്റ് ഷീറ്റ് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ചെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഹെയർ ബാൻഡിലും ബീഡ്സിലും കൂടിയിട്ട് ഒട്ടിച്ചിട്ട് ഒന്ന് ചുറ്റിയെടുക്കുകയാണ്. നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റിയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. നമുക്ക് ഇതേ രീതിയിൽ തന്നെ അടുത്ത ഭാഗവും ഒട്ടിച്ചെടുക്കണം. ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറഞ്ഞ ചിലവിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നല്ല അടിപൊളിയാണ്. പാർട്ടി വെയർ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.